ഹലോ ഡിയർ ഫ്രണ്ട്സ്, വളരെ വേഗം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ടെമ്പറോമാൻഡിബുലർ ജോയിന്റ് പെയിൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. മിക്കപ്പോഴും ടെമ്പറോമാൻഡിബുലർ ജോയിന്റ് പെയിൻ പേഷ്യന്റിന് ഒരു ചെവി വേദനയായിട്ടായിരിക്കും നമുക്ക് വരിക. അപ്പൊ ഇതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ജോയിന്റിന്റെ പ്രോബ്ലം കൊണ്ടാണോ, ചെവിയുടെ പ്രോബ്ലം കൊണ്ടാണോ? നമുക്കിപ്പോ പേഷ്യന്റിന് ഫോർ എക്സാമ്പിൾ നമ്മുടെ റൈറ്റ് സൈഡിലെ TMJ പെയിൻ ആണെന്ന് വിചാരിക്കുക. നമ്മൾ ഒരു ഐസ്ക്രീം സ്റ്റിക്സ്, 2-3 ഐസ്ക്രീം സ്റ്റിക്സ് എടുത്തിട്ട് നമ്മൾ ആ റൈറ്റ് സൈഡിൽ തന്നെ വെച്ച് ബൈറ്റ് ചെയ്ത് നോക്കാം. അണപ്പല്ലുകളുമായിട്ട് ബൈറ്റ് ചെയ്ത് നോക്കാം. നല്ല സ്ട്രോങ് ആയിട്ട് ബൈറ്റ് ചെയ്ത് നോക്കുമ്പോൾ റൈറ്റ് സൈഡിൽ പെയിൻ ഇല്ല എന്ന് വിചാരിക്കുക. നേരെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ആ ഐസ്ക്രീം സ്റ്റിക്സ് എടുത്തിട്ട് അണപ്പല്ലിൽ വെച്ച് കടിക്കുക. ലെഫ്റ്റ് സൈഡിൽ കടിക്കുമ്പോൾ റൈറ്റ് സൈഡിലെ ജോയിന്റിന് പെയിൻ വരികയാണെങ്കിൽ അതിനർത്ഥം റൈറ്റ് സൈഡിലെ ടെമ്പറോമാൻഡിബുലർ ജോയിന്റ് പെയിൻ ആണ് എന്നും അതൊരു ഡിസോർഡർ ആണെന്നുമാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ ജോയിന്റിന്റെ ചെവിയുടെ മുന്നിലായിട്ട് നമ്മൾ ഒരു ഫിംഗർ കൊണ്ടോ അല്ലെങ്കിൽ 2 ഫിംഗർ കൊണ്ടോ പ്രസ് ചെയ്തിട്ട് ആ തുറക്കുകയാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ പെയിൻ ഉള്ള ജോയിന്റിലെ പെയിൻ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും അടുത്തുള്ള ടെമ്പറോമാൻഡിബുലർ ജോയിന്റ് ഡിസോർഡർ സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഓറോഫേഷ്യൽ പെയിൻ സ്പെഷ്യലിസ്റ്റിനെ സമീപിക്കുക. മസിൽ പ്രോബ്ലംസ് ആണെങ്കിൽ അതിന് വേറെ ചികിത്സയും, ടെമ്പറോമാൻഡിബുലർ ജോയിന്റിന്റെ അകത്തു നിന്നുള്ള പെയിൻ ആണെങ്കിൽ അതിന് വേറെ ചികിത്സയാണ് നൽകേണ്ടത്.